ഹായ് ഓൾ, വെൽക്കം ടു എൽസൂസ് കളക്ഷൻസ്. ഇന്ന് നമുക്ക് ഒരു മത്തങ്ങ എരിശ്ശേരി വെച്ചാലോ? പല രീതിയിൽ എരിശ്ശേരി വെക്കാം. ഞാൻ വെക്കണ രീതി ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ചിലർ പറയും, അയ്യോ ഇങ്ങനെയാണോ വെക്കണേ, അങ്ങനെയാണോ വെക്കണേ എന്നൊക്കെ ചോദിക്കും. ഈ പറഞ്ഞ പോലെ ഓരോ അടുക്കളയിൽ ഓരോ രീതിയിലല്ലേ വെക്കണത്. മറ്റുള്ളവർ വെക്കുന്ന അറിയുകയും അതുപോലെ ഒന്ന് വെച്ച് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കണേ. ആദ്യം ഞാൻ ഒരു 1/4 കിലോ മത്തങ്ങയുണ്ട്. അത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ പീസായിട്ട് നുറുക്കി മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് അടുപ്പിൽ കയറ്റിയ സമയത്ത് നമുക്ക് ഇനി ഞാനൊരു 2 മണിക്കൂറായിട്ട് ചെറുപയർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ചെറുപയർ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നെകക്ക വെള്ളം ഒഴിച്ച് ഒരൊറ്റ സീറ്റ് അടുപ്പിച്ചെടുക്കണം. ഒരു സീറ്റ് മതി കേട്ടോ, കാരണം 2 മണിക്കൂർ കുതിർത്ത പയറായതുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് രണ്ടും വേവണ സമയത്ത് നമുക്കിതിനുള്ള അരപ്പെടുക്കാം കേട്ടോ. അരമുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ഒരു 3-4 ചുവന്നുള്ളി, ഒരു 2-3 വെളുത്തുള്ളി, കുറച്ച് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇവിടെ ഞങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു പേരിന് മാത്രം ജീരകം ചേർത്തിട്ടുള്ളേ. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ആ സമയത്ത് ഇത് കണ്ടോ, നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്, പയറും റെഡി ആയിട്ടുണ്ട്. ഞാൻ പയറും ചേർത്ത് കൊടുക്കുകയാണ് അതിനകത്തോട്ട്. അതിനുശേഷം നമുക്ക് അരപ്പും ചേർത്ത് കൊടുക്കുക, അരച്ച് വെച്ചിരിക്കുന്നത്. അരപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കടുകും കൂടെ തളിച്ച് നമ്മുടെ കറി റെഡിയാവും. ഇത് രണ്ടും സെപ്പറേറ്റ് ഒന്ന് വേവിക്കണ പാടേ ഉള്ളൂ, അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ അരപ്പും ചേർത്ത് കൊടുത്തു. വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് മിക്സിയുടെ ജാറിൽ ചുറ്റിച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറക്കാം കേട്ടോ. കടുക് വറക്കാനായിട്ട് പാനോ ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുകെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് ചെറുള്ളി കുറച്ചേറെ ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, കാരണം അതിന് നല്ല മഞ്ഞ കളറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടിയുടെ ആ റെഡും കൂടെ വരുമ്പോൾ നല്ലൊരു ഷെയ്ഡ് വരുമേ, അത് കാണാനുള്ള രസം കൊണ്ട് ഞാൻ അതും കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടോ, മുളക് പൊടിയിട്ട് ചേർത്ത് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ അത് കടുക് വറുത്ത് ചേർത്ത് കഴിയുമ്പോൾ ഒരു 1-2 മിനിറ്റ് ഇത് അടച്ചു വെക്കണം, എന്നാലേ ഉള്ളൂ ആ കടുക് വറുത്തിട്ടതിൻ്റെ ആ ഒരു മണവും സ്വാദും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ പിടിക്കുള്ളൂ കേട്ടോ. ഇത് അടച്ചതിന് ശേഷം ഞാൻ തുറന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.